ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക മക്കളെ, ഒരുപാട് നൊമ്പരത്തോടെ പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച ഇന്നലെ ഒരു ദൈവവൈദ്യുതി ഉച്ചയായപ്പോൾ എൻ്റെ മുറിയിൽ കയറി വന്നിട്ട് വാങ്ങിച്ചു ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ പ്രാർത്ഥിക്കണ്ടേ? ഉപവാസം എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇരുമ്പ് പണി ചെയ്യുന്ന ഒരു വ്യക്തി. അന്നേരം തന്നെ ഞാനൊന്ന് ഞെട്ടി. ഞാൻ ചോദിച്ചു ചേട്ടൻ എങ്ങനാ ഈ നോയമ്പെടുക്കുന്നത്? അത് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഇത്തിരി കഞ്ഞി കുടിക്കും. ഞാനൊരു ഞെട്ടലോടെ നോക്കി. ഇരുമ്പ് പണി ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഞാനപ്പം ചോദിച്ചു, എനിക്ക് തോന്നി എന്തോ ഒരു പ്രതിസന്ധി ഈ മനുഷ്യൻ്റെ വീട്ടിൽ കാണുമായിരിക്കും. ചേട്ടൻ എന്തിനാ നോയമ്പെടുക്കുന്നത്? ഞാൻ ശുദ്ധീകരണത്തെ സ്ഥലത്തെ ആത്മാക്കൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി. കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിയത്തുമില്ലാത്ത കുറച്ച് ആത്മാക്കൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു പാവം മനുഷ്യൻ 50 ദിവസം പട്ടിണി ഇരിക്കുന്നെന്ന്. പട്ടം കിട്ടിയിട്ട് 25 കൊല്ലങ്ങൾ ഇതുവരെ ഞാൻ ഇരുന്നിട്ടില്ല. ഒരു 50 നോയമ്പ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ എടുത്തില്ല. എനിക്ക് മനസ്സിലായി ദൈവം ആ ദൈവ പൈതലിനെ വിട്ടിട്ട് എന്നോട് പറഞ്ഞു തരുന്നതാണ്, നീ അടുത്ത തവണ വലിയ നോയമ്പെടുക്കുമ്പോൾ അത് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് വേണമെന്ന്. ഹല്ലേലൂയ. ആ മക്കളെ, ഒരുപാട് വിശുദ്ധരി കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ കൂടാരത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതെന്ന് ഞാൻ 1000 തവണ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ കൂടാരത്തില് ഒരുപാട് വിശുദ്ധരിപ്പുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഞാനും നിങ്ങളും അറിയാതെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതം. ഹല്ലേലൂയ. ദൈവമക്കളെ, വിശുദ്ധരെ ആൾക്കാരെ നിങ്ങൾ തേടണ്ട. നിങ്ങളുടെ വീട്ടിൽ പണി ചെയ്യുന്ന പാപങ്ങളിൽ നിങ്ങൾക്ക് വിശുദ്ധരെ കാണാം. കല്ല് പൊട്ടിക്കുന്ന പാപങ്ങളിൽ നിങ്ങൾക്ക് വിശുദ്ധരെ കാണാം. എനിക്ക് എന്റെ ചങ്ക് പൊട്ടിപ്പോകുന്ന ഒരു അനുഭവം. പൗരോഹിത്യം കിട്ടിയിട്ട് 25 വർഷമായി ഒറ്റ നോയമ്പ് ഞാൻ എടുത്തിട്ടില്ല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി. ഇന്നലെ ദൈവം തമ്പുരാൻ ആ മകനെ പറഞ്ഞു വിട്ട് അച്ഛനോട് ഓർമ്മപ്പെടുത്തിയത് ഇതാണ്, ഇനി നിന്റെ 50 നോയമ്പ് അടുത്ത കൊല്ലം എടുക്കേണ്ടത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ആവണം. ഹല്ലേലൂയ. എന്റെ നിയോഗത്തിന് കുറച്ച് ക്യാൻസർ രോഗികൾ സുഖപ്പെടാനും കുറച്ച് പേരുടെ വേദന. പക്ഷേ ദൈവമക്കളെ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. ഉപവാസം അതിനു വേണ്ടിയാണ് മക്കളെ. നിന്റെ ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്നവര് സ്വർഗത്തിലേക്ക് പോകാൻ, നിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ. പെട്ടകം ഈസ് ഓപ്പൺ. മക്കളെ, ഡാർക്ക് ഈസ് ഓപ്പൺ. കവാടം ഇപ്പോഴും ഇതാ പെട്ടകം തുറന്നു കിടക്കുക. ഇറങ്ങി കയറിക്കോ. അനുഗ്രഹത്തിൻ്റെതാ, കൃപയുടേതാ. നോയമ്പ് പകുതിയായി, വിട്ടുകളയരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തമ്പുരാൻ തരുന്ന ഒരു അഭിഷേകം, തമ്പുരാൻ തരുന്ന ഒരു അനുഗ്രഹമുണ്ട് മക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തീരുമാനമെടുക്കണം. വലിയ അഭിഷേകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. അതുപോലെ കുമ്പസാരിച്ചൊരുങ്ങുക. ദൈവമക്കളെ, പാപം തള്ളിക്കളയുക എന്നല്ല കുമ്പസാരത്തിന്റെ അർത്ഥം. ദൈവവുമായിട്ട് കൂട്ടുപിടിക്കുക, ദൈവവുമായിട്ടൊരു അടുപ്പം നിനക്കുണ്ടാവുക, വിശുദ്ധിയുടെ ഇടങ്ങളിലേക്ക് നീ പ്രവേശിക്കുക എന്നാണ് കുമ്പസാരത്തിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവിനെ നിറയുക എന്നാണ് കുമ്പസാരത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് നല്ല കുമ്പസാരം ഈ നോയമ്പിന്റെ നാളില് നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുക. അതുപോലെ എല്ലാ ദിവസവും കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുക. വലിയ അഭിഷേകം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി 3 ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഇന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലൂടെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ധ്യാന വിഷയമായിട്ട് തരികയാണ്. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു. ദൈവമക്കളെ, വലിയൊരു ഓർമ്മപ്പെടുത്തൽ ദൈവം തരികയാണ്. നമ്മളൊക്കെ ടൗണുകളിൽ താമസിക്കുന്നവരാ, നമ്മളൊക്കെ തിരക്കുകളിൽ താമസിക്കുന്നവരാ. ജനക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് പോയിരിക്കാനാണ് നമുക്കൊക്കെ താല്പര്യം. നമുക്കൊക്കെ വലിയ ആഘോഷങ്ങളിൽ പങ്കുചേരാനാണ് നമുക്ക് സന്തോഷം. എന്റർടൈൻമെന്റ്സിൽ പങ്കെടുക്കാനാണ് നമുക്ക് സന്തോഷം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നോയമ്പിന്റെ നാളുകളിൽ നമ്മളെ വിളിക്കുന്നത് ഒരു മരുഭൂമി അനുഭവത്തിനാണ്. ഒരു മരുഭൂമി അനുഭവത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുക. ദൈവങ്ങളെ, മരുഭൂമി അനുഭവം. നീ നിന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട്, നിന്റെ ബഹളങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട്, നിന്റെ അസ്വസ്ഥതകളൊക്കെ മാറ്റിവെച്ചിട്ട് നീ വന്ന് ഒറ്റയ്ക്കിരിക്കുന്ന ഇടത്തിന്റെ പേരാണ് നിന്റെ മരുഭൂമി. ഇതൊരു ആവശ്യമാണ് ജീവിതത്തിൽ. എപ്പോഴെങ്കിലും ഒക്കെ വർഷത്തിൽ ഒരു 5 ദിവസമെങ്കിലും ദൈവമക്കൾ മാറിയിരിക്കണം. നിന്റെ ജീവിതത്തിന്റെ വില, നിന്റെ ജീവിതത്തിന്റെ മഹത്വം മാറും പൈതലെ. ഒരു 5 ദിവസം ദൈവത്തോടൊപ്പം ഇരിക്കാനായിട്ട്. അതുപോലെ ഓരോ ആഴ്ച നിങ്ങൾ ഈ ചൊവ്വാഴ്ച ദിവസങ്ങൾ ഈ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വരിക. ഓരോ മക്കളെ ത്യാഗം കാണുമ്പോൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. അത്രയ്ക്ക് വില കൊടുക്കുക ദൈവത്തിന്. ദൈവമക്കള് ഒച്ചത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു മരുഭൂമി അനുഭവം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു മരുഭൂമി അനുഭവമുണ്ട് ഈ ചൊവ്വാഴ്ച ദിവസങ്ങള്. This is a holy desert experience. Hallelujah. ഇതൊരു വിശുദ്ധ മരുഭൂമി അനുഭവമാണ്. തിരുവചനം പഠിപ്പിക്കുന്നു, ഈ മരുഭൂമി അനുഭവത്തിൽ നീ ഇരിക്കുമ്പോഴേ നിന്റെ ദൈവം നിന്നോട് സംസാരിക്കത്തുള്ളൂ. നീയൊന്ന് എല്ലാത്തിൽ നിന്നും മാറി നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ നിന്റെ ദൈവം നിന്നോട് സംസാരിക്കുമെന്ന്. നിനക്കുണ്ടാവണം നിന്റെ ഒരു മരുഭൂമി ദൈവ പൈതലേ. നിന്റെ ജീവിതത്തിൽ ആവശ്യം ഒരു മരുഭൂമി ഉണ്ടാവണം. മരുഭൂമി അനുഭവമില്ലാത്തവൻ ദൈവ പൈതലല്ല. ദൈവപുത്രൻ തന്റെ ജീവിതത്തിന്റെ ആദ്യ 40 ദിവസങ്ങൾ മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിലേക്ക് വന്നു. ദൈവമക്കളെ, ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഒരു സ്നാപകനെ അയക്കും. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഒരു യോഹന്നാനെ അയക്കും. ഇന്നൊരു ദൈവ പൈതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. 40 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, വിദേശത്താണ്, വലിയ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യുന്ന ഒരു ദൈവ പൈതൽ. ഇവിടെ ഒരു സാധാരണ സ്കൂളിൽ, പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടല. അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം MTech ഡിഗ്രി ഉള്ളവരാണ്, ഉയർന്ന ജോലി. ആ പയ്യൻ എന്നോട് പറയുന്നത്, എൻ്റെ ദൈവാനുഗ്രഹം എനിക്ക് കാണാനുള്ളൂ. ഇന്ന് ഇൻ്റർവ്യൂവിന് പോയാൽ അവിടുത്തെ തൂപ്പുപണി എനിക്ക് കിട്ടും. പക്ഷേ ഇന്ന് അവിടുത്തെ ടോപ്പ് ഓഫീസിലെ ടേബിളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു മകനാണ് ഇദ്ദേഹം. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തോ. നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, നിന്റെ ദൈവത്തിന് നിന്നോട് തോന്നുന്ന കരുണയാണ് നിന്റെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ അടിസ്ഥാനം. നിന്റെ പഠന ഡിഗ്രി അല്ല, നിന്റെ കഴിവുകളല്ല, നിന്റെ ദൈവത്തിന് നിന്നോട് തോന്നുന്ന കാരുണ്യമാണ്, ഔദാര്യമാണ് നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന, അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. അതേ മകളെ, ഈ പയ്യൻ ഇങ്ങനെ വന്നിരിക്കുക. 10-15 കൊല്ലം ഉയർന്ന ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഒരു പയ്യൻ്റെ കഥയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 28 ദിവസം ജോലി ചെയ്താൽ 28 ദിവസം അവധി കിട്ടുന്ന ഒരു ദൈവം. പിന്നെന്താ വേണ്ടേ? 28, അതായത് 6 മാസം ജോലി ചെയ്താൽ മതി, 12 മാസം ശമ്പളം. പറഞ്ഞു ലക്ഷങ്ങളാണ് ശമ്പളം. ഈ മകൻ എന്നോട് പറഞ്ഞു, അവധിക്ക് വന്നിട്ട് പോവാ, നാളെയോ മറ്റന്നാളെ പോകാൻ പേടിയാണ്. ഒരു സ്ഥാപനത്തിൻ്റെ മുകളിലെ ഏറ്റവും ഉന്നത ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ജോലി കിട്ടിയത് ദൈവാനുഗ്രഹമാണ്. പക്ഷെ ഇവൻ്റെ ഉള്ളിലൊരു ഭയം കയറുക. ഈ ജോലി സ്ഥലത്ത് പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ വന്ന് അയാൾ തന്നെ പറഞ്ഞു, പണ്ടാരോ പറഞ്ഞൊരു കഥ പോലെ, പുഴ പറ്റിയാൽ, പട്ടിയുടെ ചങ്ങല പൊട്ടിയാൽ, ഈ മനുഷ്യൻ തന്നെ എന്നോട് കഥ പറഞ്ഞു തരിക, പുഴ പറ്റത്തുമില്ല, പട്ടിയുടെ ചങ്ങലയും പൊട്ടത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മകൻ ഇങ്ങനെ വല്ലാത്ത ഭയത്തിൽ
അപ്പം പറയാ, എന്നിട്ട് ഈ ഭയങ്കര കഴിയുമ്പോൾ വീട്ടിലേക്ക് ഫോൺ വിളിക്കും. പാവം പിടിച്ച ഭാര്യ 10-30 വയസ്സുള്ള പെണ്ണ്, അവള് കിടന്ന് പിറയ്ക്കാൻ തുടങ്ങും. കാരണം ഇവൻ ടെൻഷൻ്റെ അങ്ങേറ്റമാണ്. അവൻ്റെ ഗൾഫ് രാജ്യത്തുള്ള ടെൻഷൻ മുഴുവൻ ഇവൻ ഇങ്ങോട്ട് കയറ്റി വിടുക. അവിടെയും സമാധാനമില്ല, ഇവിടെയും സമാധാനമില്ല. ഇവൻ വന്നിങ്ങനെ കരഞ്ഞു, അച്ഛൻ എന്നെ രക്ഷിക്കണം. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ അച്ഛൻ ഒന്ന് പറഞ്ഞു തരാനുള്ളൂ നിനക്ക്. ഇനി മുതൽ നീ ടെൻഷൻ. ഞാൻ പറഞ്ഞു, നീ ഒരു ഈശോയുടെ ഒരു കരുണയുടെ രൂപം വാങ്ങിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഒരു കുരിശ് രൂപം വാങ്ങിച്ചിട്ട് പോകും, അല്ലെങ്കിൽ പുണ്യാളച്ചൻ്റെ രൂപം വാങ്ങിക്കുക. നിനക്ക് സങ്കടം വരുമ്പം ഈ പുണ്യാളച്ചൻ്റെ അല്ലെങ്കിൽ ഈ രൂപം എടുത്തു വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് നിന്റെ സങ്കടം മുഴുവൻ അങ്ങോട്ട് പറ. നിന്റെ സങ്കടം തീരുന്നവരെ വെല്ലുവിളിച്ച് ഞാൻ പറയുക. ഇത് കേൾക്കുന്ന ദൈവമക്കളോടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 30 മിനിറ്റ് നിൽക്കില്ല നിന്റെ മനസ്സിന്റെ ഭാരം. 30 മിനിറ്റ് നിൽക്കില്ല നിന്റെ മനസ്സിന്റെ ആ സങ്കടം. അതിനു മുമ്പ് നിന്റെ ദൈവം അതെടുത്ത് മാറ്റിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് മക്കളെ, മരുഭൂമിയിൽ വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന മക്കള്, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറയുന്ന മക്കളെ കണ്ടിട്ടില്ലേ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നവര്, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നീ പറയുന്നത് ശരിയാ. നിന്റെ ദൈവത്തിന് മാത്രമേ നിന്നെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ ദൈവത്തിന് മാത്രമേ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിന്റെ ദൈവത്തിന് മാത്രമേ നിന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിനക്ക് സപ്പോർട്ട് കിട്ടാത്ത. മനുഷ്യന് നിന്നെ സഹായിക്കാൻ പറ്റില്ലെന്നേ. പക്ഷെ ദൈവമക്കളെ, ദൈവം അയക്കും നിന്റെ ജീവിതത്തിലേക്ക്. ഒരു ദൈവ പൈതൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒരു മകള് ഭർത്താവിനെ പറ്റി സാക്ഷ്യപ്പെടുത്തിയത് കേട്ടായിരുന്നു. അദ്ദേഹത്തിന് കരൾ സംബന്ധമായ രോഗം, മാരക രോഗം, കരള് മാറ്റിവെക്കേണ്ട ഒരവസ്ഥ. ദൈവസന്നിധി വന്ന് ഇവിടുന്ന് കരഞ്ഞു പാതിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപാട് കൊടുത്തത്രേ. കരൾ രോഗികൾ ഇപ്പൊ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കരൾ മാറ്റി വെക്കേണ്ട വ്യക്തിയുടെ കരൾ മാറ്റി വെക്കണ്ടെന്ന് കണ്ണു അടച്ച് വിശ്വസിച്ചിട്ട് ഒരു പോക്ക്. ഇതാ വെന്റിലേറ്ററിൽ കിടന്ന വ്യക്തി 8-ാം ദിവസം തിരിച്ച് വീട്ടിലെത്തി. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തു. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം, നിന്റെ മരുഭൂമി അനുഭവത്തിലേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കുമെന്ന്. ഹല്ലേലൂയ. സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒറ്റ ദൈവരാജ്യ രഹസ്യം ഏതാണെന്ന് ചോദിച്ചാൽ മാനസാന്തരപ്പെടുക, മെറ്റനോയിയ. നിന്റെ മനസ്സിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം വരണോ? നിന്റെ മനസ്സിന് മാറ്റാൻ മാനസാന്തരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖിച്ചിരിക്കുന്ന നിന്റെ മനസ്സിൽ ഈ ബോധ്യം വേണം, നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്ന്. നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ മാറ്റത്തിന്റെ പേരാണ് മാനസാന്തരം. ഇതാ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തി നിരാശയിൽ നിന്ന് 90% തിരിഞ്ഞ് പ്രത്യാശയിലേക്ക് നോക്കുന്നതിന് പേരാണ് മാനസാന്തരം. 180 degrees. 180 ഡിഗ്രി നിനക്ക് തിരിയാവോ പൈതലെ? ഇന്ന് നീ ദുഃഖിച്ച് വന്നിരിക്കുക, വേദനിച്ച്. ദൈവം മാനസാന്തരം പാപത്തെ പറ്റി പറ്റില്ല, മനുഷ്യ ജീവിതത്തെ പറ്റിയ മാനസാന്തരം എന്ന് പറയുന്നത്. Don't limit it to sin. മാനസാന്തരം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തെ സംബന്ധിച്ച നിന്റെ പൗരോഹിത്യം തന്നെ 180 ഡിഗ്രി തിരിയുമ്പോൾ നീ ഒരു പുണ്യ പുരോഹിതനാകോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ മക്കളെ, ഇന്നൊരു മകൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നത് കേട്ടോ. 15 കൊല്ലം മക്കളില്ല, 15 years. അവള് പറഞ്ഞ വാക്ക് ഞാൻ പറയാം, കണ്ണീരിന്റെ 15 കൊല്ലങ്ങൾ, അപമാനത്തിന്റെ 15 കൊല്ലങ്ങൾ, വേദനയുടെ 15 കൊല്ലങ്ങൾ. മക്കൾ അറിഞ്ഞോ, അവൻ അത്ഭുതം ചെയ്യുന്നത് അവിടെയാണ്. അവൻ അത്ഭുതം ചെയ്യുന്ന പൊട്ടിയ ജീവിതങ്ങളെയാണ് നിറവുള്ള ജീവിതങ്ങളാക്കി അവൻ മാറ്റുന്നത്. ആ പെങ്കൊച്ച് 15 കൊല്ലം സങ്കടപ്പെട്ടപ്പോ ഇതമ്മ അവൾ പറഞ്ഞു, പുണ്യാളച്ച നിന്റെ കയ്യിലിരിക്കുന്ന കൊച്ചിനെ എനിക്ക് താ. പുണ്യാളച്ച നിന്റെ കയ്യിലിരിക്കുന്ന കൊച്ചിനെ എനിക്ക് താ. ഒരു മാലാഖ പോലത്തെ കുഞ്ഞുമായിട്ട് അവൾ ഇന്ന് ഈ ആൾത്താരെ വന്ന് കൈ ഉയർത്തി കൈയടിക്കാൻ പറ്റുന്നവര് കൈ ഉയർത്തി കൈയടിക്കുന്നു. ഹല്ലേലൂയ. എത്ര ശക്തനായ എന്റെ ദൈവം,
എത്ര ശക്തനാ എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാനസാന്തരപ്പെടും. അത് മക്കളെ, അത് മാറിയേ പറ്റത്തുള്ളൂ. ഇന്നലെ ഇത് വചനം കേട്ടി, ശത്രുത വെക്കുന്നവര് സ്നേഹിക്കാൻ, ശത്രുത വിട്ടാൽ പോലെ സ്നേഹിക്കാൻ തുടങ്ങണം. ദൈവങ്ങളെ ഒരു 180 ഡിഗ്രിയുള്ള ഒരു തിരിച്ചിൽ നിന്റെ മാനസാന്തരപ്പെടുവൻ. സ്വർഗരാജ്യം, ദൈവങ്ങളെ ദൈവരാജ്യം നിനക്ക് തരാൻ ദൈവം തിരുവുള്ളവാണ്. ദൈവത്തെ നിനക്ക് കിട്ടുമെന്ന്, സ്വർഗം നിനക്ക് കിട്ടുമെന്ന്, ദൈവരാജ്യം നിനക്ക് കിട്ടുമെന്ന്. ദൈവരാജ്യത്തിൽ സങ്കടമില്ല മക്കളെ, ദൈവരാജ്യത്തിൽ സങ്കടമില്ലെന്നേ. വെളിപാടിന്റെ പുസ്തകം പറയുന്നുണ്ട്, അവിടെ കണ്ണീരില്ല, അവിടെ മുഖവിളിയില്ല, അവിടെ നിലവിളിയില്ല, അവിടെ മരണമില്ല, അവിടെ അപമാനമില്ല, അവിടെ പരാജയമില്ല. സിംഹാസനസ്ഥൻ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു. ഒച്ചത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ മക്കളെ, കർത്താവ് ചെയ്യുന്ന കാര്യമായത്. യെശയ്യാ പ്രവാചകൻ, ഇവനെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ എഴുതപ്പെട്ടത്. യെശയ്യാ പ്രവചനത്തിൻ്റെ 40-ാം അധ്യായം, യെശയ്യാ പ്രവചനത്തിൻ്റെ 40-ാം അധ്യായമാണ് മത്തായി സുവിശേഷത്തിൽ പറയുന്നത്. ആ വചനം തുടങ്ങുന്ന ഇങ്ങനെയാണ്, നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവൻ. ദൈവമക്കളെ, ഒരു പ്രവാചകന്റെ ദൗത്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആശ്വാസം മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാ. ഇതാ ഇസ്രായേൽ ജനം അടിമത്തത്തിന്റെ ദേശത്ത്, തകർച്ചയുടെ ദേശത്ത്, ദുരന്തത്തിന്റെ ദേശത്ത് ഒക്കെ കഴിയുമ്പോൾ ഇതാ ദൈവത്തിന്റെ ദൂതൻ, ഇതാ പ്രവാചകൻ വന്നിട്ട് പറയുക, സമാശ്വസിക്കുവൻ. മക്കളെ, കർത്താവ് നിനക്ക് ആശ്വാസത്തിന്റെ വചനങ്ങളാ തരുന്നത്. അതേ മക്കളെ, ദൈവം ആഗ്രഹിക്കുക, അല്പം കൂടെ ഉണരാനുണ്ട് മക്കളെ, അല്പം കൂടെ തീ പിടിക്കാനുണ്ട് ഈ പൗരോഹിത്യത്തിന്, അല്പം കൂടെ തീ പിടിക്കാനുണ്ട് ഈ സന്യാസത്തിന്, അല്പം കൂടെ തീ പിടിക്കാനുണ്ട് നിന്റെ കുടുംബ ജീവിതത്തിന്. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. ഇത് നിന്റെ ജീവിതത്തിൽ ഒരു പ്രൊഫറ്റിക് വൺ, ഒരു പ്രവാചക പ്രവർത്തനമുണ്ട് നിന്റെ ജീവിതത്തിൽ. അത് ആര് വന്നാലും ആശ്വസിപ്പിക്കപ്പെടും. ഏത് രോഗിക്കും ഇവിടെ സൗഖ്യമുണ്ട്, ഏത് തകർന്നവനും ഇവിടെ രക്ഷയുടെ അനുഭവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമാശ്വസിപ്പിക്കുവൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവൻ, ജെറുസലേമിനോട് സൗമ്യമായി പറയുക. ദൈവമക്കളെ, ഈ കൂടാരം ആരുടേതാണെന്നറിയാമോ? ദൈവമേ എന്ന് വിളിക്കുന്നവരുടെ. ഇത് വിശുദ്ധന്റെ കൂടാരമല്ല. ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം വചനം വായിച്ചപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചു. ഞാൻ 2-3 തവണ ആലോചിച്ചൊരു വാക്യമാണ്. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനാ ഈശോ ഈ ആദ്യത്തെ വാക്ക് പറഞ്ഞത്? ഈശോയ്ക്ക് അതങ്ങ് അവോയ്ഡ് ചെയ്യത്തില്ലായിരുന്നോ? നീതിമാന്മാരെ വിളിക്കാനല്ല എന്ന് ഈശോ എന്തിനാ പറഞ്ഞത്? ഈശോയ്ക്ക് നീതിമാന്മാരെ വേണ്ടേ? ഈശോയ്ക്ക് വിശുദ്ധന്മാരെ വേണ്ടേ? ദൈവമക്കള്, ഈശോയ്ക്ക് വേണ്ടത് പാപികളെയാ, ഈശോയ്ക്ക് വേണ്ടത് മുറിഞ്ഞവരെയാ, ഈശോയ്ക്ക് വേണ്ടത് തകർന്നവരെയാ, ഈശോയ്ക്ക് വേണ്ടത് വീണവരെയാ. ലോകത്തിന്റെ കണക്കല്ല സ്വർഗത്തിന്റെ കണക്ക് മക്കളെ. ലോകത്തിന്റെ കണക്കാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. 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 കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ശനിയാഴ്ചത്തെ വായന കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കണമെന്ന്. സത്യം ഞാൻ പറയുക, ഞാൻ ഉള്ളിൽ ദൈവമേ ഒരു 10 പേര് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിരുന്നെങ്കിൽ എനിക്കും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കായിരുന്നല്ലോ. മിഖായുടെ പ്രവചനത്തിൽ കർത്താവ് പറയുക, നിന്റെ പാപങ്ങൾ എടുത്ത് ഞാൻ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയും. നീ കുമ്പസാരിച്ചിട്ടൊന്നും അല്ല പൈതലേ. നീ ചെയ്ത ഏതെങ്കിലും പുണ്യം കൊണ്ടോ, നീ ചെയ്ത ഏതെങ്കിലും ത്യാഗം കൊണ്ടോ, നിന്റെ 50 നോമ്പ് കൊണ്ടോ അല്ല. നിന്റെ പാപങ്ങൾ ഞാൻ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇത് വലിച്ചെറിയും. Nobody will see it. കർത്താവതാ മക്കളെ, ദൈവം നിന്നെ വല്ലാതെ ചലിപ്പിക്കണം. ഈ ദൈവത്തിന് മുമ്പിൽ കൈ കെട്ടിയിരിക്കാൻ പറ്റില്ല മക്കളെ. ഈ ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ദൈവത്തിന് ജീവിതം കൊടുക്കാതിരിക്കാൻ പറ്റില്ല.
ഒച്ചതി പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. 103 സങ്കീർത്തനമാ പിന്നെ വായിച്ചത്. സങ്കീർത്തനം പറഞ്ഞുകൊണ്ട് കേട്ടോ. ഇതാ കിഴക്ക് പടിഞ്ഞാറിൽ നിന്നെന്ന പോലെ നിന്നെ നിന്റെ പാപങ്ങളിൽ നിന്ന് ഞാൻ അകറ്റിയിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തോ. കായ് നോവുന്ന പോലെ കൈയടിച്ച വിശുദ്ധി കിട്ടും. കായ് നോവുന്ന പോലെ കൈയടിച്ച പുണ്യം കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെങ്ങനെ കാണണേ? ഓ അവൻ അത് ചെയ്തതല്ലേ, അവൻ അത് ചെയ്തതല്ലേ. എന്റെ ദൈവം എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്റെ ദൈവം എന്നെ കാണുന്ന പുണ്യാളനായിട്ടാ. എന്റെ ദൈവം എന്നെ കാണുന്നത് വിശുദ്ധനായിട്ടാ. ദൈവ പൈതല്, നിന്റെ ദൈവം നിന്നെ കാണുന്നത് ഒരു വിശുദ്ധനായിട്ടാ. നിന്റെ ദൈവം നിന്നെ കാണുന്നത് ഒരു പുണ്യാളത്തിയായിട്ടാ. ഹല്ലേലൂയ. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എന്തോരം ദൂരമുണ്ടോ അത്രയും ദൂരമുണ്ടെന്ന് നീ ചെയ്ത പാപത്തിനും നീയും തമ്മിൽ. ഹല്ലേലൂയ. ചെളി പുരണ്ട് കിടക്കുന്ന കൊച്ചു കിടന്ന് മണ്ണിൽ കിടന്ന് ഉരുണ്ട് പിടച്ച് ഉടുപ്പും എല്ലാം വൃത്തികേടാക്കി വരുമ്പോ അമ്മ നന്നായിട്ട് സോപ്പിട്ട് കഴുകി, നല്ല മണമുള്ള സോപ്പൊക്കെ ഇട്ട് കഴുകി, നല്ല വൃത്തിയുള്ള ഉടുപ്പൊക്കെ ഇട്ട് നിർത്തിയിട്ട് കണ്ടിട്ടില്ലേ? ലോകത്തെ കണ്ടുപഠിക്കും മക്കളെ, ലോകത്തെ കണ്ടുപഠിക്കാം. നിന്റെ അമ്മ ചെയ്തത് കണ്ടുപഠിക്കാം. ദൈവത്തെ അറിയത്തില്ലെങ്കിൽ your God does the same thing. നിന്റെ ദൈവം അതേ കാര്യം ചെയ്യുന്നു പൈതലേ. നീ ചെളി കിടന്ന് പുരുണ്ടിട്ട് വരുമ്പോഴ് നിന്റെ ദൈവം നിന്നെ കഴുകിയിട്ട്, നിന്നെ സുഗന്ധമുള്ള സോപ്പിട്ട് കഴുകിയിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കും. നിന്റെ മുഖത്ത് പൗഡർ ഇടും, നിന്റെ നെറ്റിയിൽ പൊട്ടുകുത്തും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. 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 ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുവിൻ. അവളോട് പറ, അവളുടെ അടിമത്തം അവസാനിച്ചു. തീർന്നു മക്കളെ. ഇനി നിങ്ങൾ ബാബിലോണിൽ കിടക്കണ്ട. ദൈവമക്കളെ, ദൈവത്തിന്റെ രാജ്യം തുറന്നു കൊടുക്കുക എന്നുള്ളതാ ഒരു ദൈവ പൈതലിന്റെ ദൗത്യം. ഇനി നീ അവിടെ കിടക്കണ്ടെന്നേ. നിന്റെ അടിമത്തം അവസാനിച്ചു. തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ പാപം ക്ഷമിച്ചു. ഓവർ ഇനി ഓർക്കുകയേ വേണ്ട. നിന്റെ തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. കർത്താവിൽ ഇതാ ഒരു സ്വരമുയരുന്നു. മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിന്റെ വീട്ടിലോട്ടുള്ള വഴി ചൊവ്വേ കിടക്കുകയാണോ എന്നൊറ്റ ചോദ്യമേ ഉള്ളൂ. നിന്റെ പൗരോഹിത്യത്തിലേക്ക് ദൈവത്തിന് വരാൻ പറ്റുമോ? നിന്റെ സന്യാസത്തിലേക്ക് ദൈവത്തിന് വരാൻ പറ്റുമോ? നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് ദൈവത്തിന് വരാൻ പറ്റുമോ? ബൈബിളിലെ മനോഹരമായിട്ടുള്ള സംഭവം യോഹന്നാൻ സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷകൻ, സ്നേഹത്തിന്റെ വാഴ്ത്തുക്കളുള്ള സുവിശേഷം എഴുതിയിരിക്കുന്നവൻ യോഹന്നാൻ എഴുതുക. അവൻ ബഥനിയായിൽ ലാസറിന്റെയും മാർത്തായുടെയും മറിയത്തിന്റെയും വീട്ടിൽ പോയി. എന്തേ മക്കളെ, നമ്മൾ വിചാരിക്കും ഒരു ദുരന്തം പിടിച്ചേരിയ പാവങ്ങളുടെ ദേശം. ബഥനിയ എന്ന് പറഞ്ഞ പാവങ്ങളുടെ ദേശമാണ്. പക്ഷെ അതിനപ്പുറത്തൊരു കാര്യമുണ്ട്. ആ വീട്ടിൽ 3 മനുഷ്യര് ജീവിക്കുന്നുണ്ട്. അവർക്കെന്നെ ജീവനാ. ഈശോയ്ക്ക് അറിയാമായിരുന്നു മക്കളെ, ആ 3 പേർക്ക് എന്നെ ജീവനാ. അവരെന്നെ സ്നേഹം കൊണ്ട് പൊതിയോ. എനിക്ക് വേണ്ടത് അവർ വിളമ്പി വെക്കോ. അച്ഛൻ പറഞ്ഞ ഹല്ലേലൂയ. നിനക്കും നിന്റെ ദൈവത്തിനും തമ്മിൽ അടുപ്പമുണ്ടോ? നിന്റെ ദേശത്ത് കൂടെ ദൈവം കടന്നു പോകുമ്പോ നിന്റെ വീട്ടിൽ വരുവോ? നിന്റെ ദേശത്ത് കൂടെ ദൈവം കടന്നു പോകുമ്പോ നിന്റെ വീട്ടിൽ വരുവോ? ഒരുക്കിയിടും ആ വഴി. ഹല്ലേലൂയ. അതേ മക്കളെ, അവന് തോന്നണം ആ ചേച്ചി ആ വഴി കൂടെ പോയ ചേച്ചിയെ കാണാതെ പോവാൻ പറ്റില്ല.
ആ വഴിക്കൂടെ പോയ ആ അച്ഛനെ കാണാതെ പോകാൻ പറ്റില്ല. ആ വഴിക്കൂടെ പോയാൽ ആ ശുശ്രൂഷകനെ കാണാതെ പോകാൻ പറ്റില്ല. ആ വഴിക്കൂടെ പോയാൽ ആ മടത്തി കയറാതെ പോകാൻ പറ്റില്ല. തോന്നണം മക്കളെ, നിന്റെ ദൈവത്തിന് അവനെ ശ്വാസം മുട്ടിപ്പിക്കണം നീ സ്നേഹിച്ച്. നിന്റെ ദൈവത്തെ ശ്വാസം മുട്ടിപ്പിക്കണം നീ സ്നേഹിച്ച്. അവര് നിന്നെ വിട്ടുകളയാൻ പറ്റാത്ത പോലെ ഹല്ലേലൂയ. അവന്റെ വഴി ഒരുക്കുവൻ, അവന്റെ പാതകൾ നേരെയാക്കുവൻ. സ്ട്രെയിറ്റൻ ഹിസ് വേ, അവന്റെ വഴികൾ നേരെയാക്കുവൻ. ദൈവമക്കളെ, വളഞ്ഞ പൗരോഹിത്യമില്ല, വളഞ്ഞ സന്യാസമില്ല, വളഞ്ഞ വിശ്വാസ ജീവിതവുമില്ല. ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈക്ക് ദ ക്രോസ്. കുരിശ് പോലെ നിവർന്നിരിക്കണം നിന്റെ ജീവിതം. ദൈവപൈതലേ, നീ ദൈവത്തോട് പറയാത്തൊരു കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവല്ല. നീ ഒളിച്ചു വെച്ചിരിക്കുന്ന, നീ ഒളിച്ച് പ്രവർത്തിക്കുന്ന, നീ ഒളിച്ചാഗ്രഹിക്കുന്ന, നീ ഇരുട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നിന്റെ ജീവിതത്തിന് ആ വെളിച്ചം ഉണ്ടാവണം, നിന്റെ ജീവിതത്തിന് ആ തെളിച്ചം ഉണ്ടാവണം. വളഞ്ഞ വഴികൾ നേരെയാക്കുക. എന്റെ ജീവിതം നേരെയാക്കേണ്ടത് അവന്റെ നേരെയാ. എന്റെ സന്യാസം നേരെയാക്കേണ്ടത് അവന്റെ നേരെയാ. എന്റെ വിശ്വാസ ജീവിതം നേരെയാക്കേണ്ടത് അവന്റെ നേരെയാ. എന്റെ വഴികള് അവന്റെ നേരെയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ പാതകൾ നേരെയാക്കുവൻ. 4-ാം വാക്യം, യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ദൈവമക്കളെ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് ഡിഫറെന്റ്. അവൻ വ്യത്യസ്തനായിരുന്നു. ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ലോകം വേഷം ധരിക്കുന്നത് പോലെ സ്നാപകന് വേഷം ധരിക്കാൻ പറ്റിയില്ല. ലോകം കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ സ്നാപകൻ കഴിച്ചില്ല. ലോകത്തിന്റെ രീതികൾ സ്നാപകന്റെ രീതികളല്ലായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുക, മക്കള്, നിന്റെ വസ്ത്രധാരണം ലോകത്തിന്റെ വസ്ത്രധാരണമാണോ നിന്റെ വസ്ത്രധാരണം? ലോകത്തിന്റെ ഭക്ഷണ രീതിയാണോ നിന്റെ ഭക്ഷണ രീതി? ലോകത്തിന്റെ പ്രവൃത്തികളാണോ നിന്റെ പ്രവൃത്തികൾ? കഴിഞ്ഞ ദിവസം ഒരു ആശ്രമത്തിൽ പോയി. കുറച്ചധികം അച്ഛന്മാരുണ്ട്, 10-18 പേര് അല്ലെങ്കിൽ തന്നെ ആശ്രമത്തിലുള്ളതാണ്. അവിടെ ചെന്നു. സുപ്പീരിയർ അച്ഛനെ അറിയാം. ചുമ്മാ ഒന്ന് കയറി. അവിടെ കയറി ഉച്ചനേരമായിരുന്നു. ഊണ് കഴിക്കാൻ വിളിച്ചു. ഊണ് കഴിക്കാൻ ചെന്നിരുന്നു. 3 പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചോറ്, പിന്നെ 2 പാത്രങ്ങൾ അടച്ചു വെച്ചു. സാവധാനം പ്രൊവിൻഷ്യാളച്ചൻ സഹിതം അവിടെ ഇരിപ്പുണ്ട്. സാവധാനം ആദ്യത്തെ പാത്രം തുറന്നു, രസം. 2-ാമത്തെ പാത്രം തുറന്നു, പയറ് തോരൻ. 3-ാമത്തെ പാത്രം തുറന്നു, അത് ചോറ് തന്നെയാണ്. എല്ലാവരും എടുത്തു. ഞാൻ പതുക്കെ എടുത്തപ്പോൾ സുപ്പീരിയർ അച്ഛൻ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു, സെബാസ്റ്റ്യ, റേഷൻ അരിയാ കേട്ടോ, 1 രൂപയോ 2 രൂപയോ കണ്ടോ. ഈ ആശ്രമത്തിൽ കഴിഞ്ഞ 50 ദിവസം ഈ പുണ്യ അച്ഛന്മാർ കഴിക്കുന്നത് റേഷൻ കടയിലെ അരി, രസം, ഒരു പയറ് തോരൻ. വലിയ ടേസ്റ്റ് ഒന്നും കാണുകയില്ല കേട്ടോ. ഇത്രയും നല്ല ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചില്ല. 2-ാമത് എടുത്തിട്ട് ഞാൻ വീണ്ടും കഴിച്ചു. കാരണം അതൊരു വിരുന്ന, ദൈവം വിളമ്പുന്ന വിരുന്ന്. അപ്പുറത്തൊരു വലിയച്ഛൻ ഇരിപ്പുണ്ട്. കുറച്ചധികം പ്രായമുള്ളൊരച്ഛൻ. അച്ഛനപ്പം ഞാൻ എൻ്റെ ഡയലോഗ് അച്ഛൻ എങ്ങനെയോ കേട്ടു. അച്ഛൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കും. നമ്മുടെ സഭാസ്ഥാപകൻ ഒരു വലിയ പുണ്യാളനല്ലേ? നമ്മുടെ സഭാസ്ഥാപകൻ കെട്ടിയത് ദാരിദ്ര്യത്തെ അല്ലേ? ഈ നോയമ്പിന് മുമ്പ് ഞാൻ ഈ അച്ഛന്മാരോട് പറഞ്ഞേ, നമുക്ക് ഈ നോയമ്പിൽ ഭക്ഷണമൊക്കെ അങ്ങോട്ട് കുറച്ചിട്ട് ഈ ആശ്രമത്തിന് പുറകിൽ ഒരു കൂരപ്പനയുണ്ട്, ഒരു വിധവയായ അമ്മയും രോഗിയായ ഒരു മകനും, നമുക്ക് ആ വീട് അങ്ങോട്ട് വെച്ച് കൊടുത്താലോ?
ദൈവമക്കളെ, ഒരു സന്യാസ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസമ ദാരിദ്ര്യം കൊണ്ടാടുന്ന ഒരു ദൈവഭവനം പണിയാൻ ഒരു വിധവയ്ക്കും അവളുടെ മകനും ജീവിക്കാൻ വേണ്ടി സ്വന്തം സുഖങ്ങൾ, സ്വന്തം സൗകര്യങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു സന്യാസ ഭവനം. ആരെങ്കിലും ഒന്ന് കൈയടിച്ചിരുന്നെന്ന് ഞാൻ ആഗ്രഹിക്കുക. ആ കൈയടി വല്ലാത്ത ക്ഷീണ സങ്കടം കൊണ്ട് അടിച്ചിരുന്ന ആവേശത്തോടെ അടിച്ചു. ഹല്ലേലൂയ. അതേ മക്കളെ, heaven is so close. അവർക്ക് ഭക്ഷണം കഴിക്കാം, ഇറച്ചി മീനും ഇല്ല, അന്ന് ഒരു 5 ഐറ്റം കറികളായിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്മമാരോട് പറഞ്ഞു, എൻ്റെ സിസ്റ്റർ ഇവിടെ പോയിച്ച് വന്നപ്പം ഞങ്ങൾ നോയമ്പാ, പക്ഷെ ഒരു 4 ഐറ്റം പച്ചക്കറിയെങ്കിലും കറി വെച്ച് വെക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ നമുക്കും അങ്ങനെ അങ്ങ് പോകാം, റേഷനരി കിട്ടുമെന്ന് അറിയത്തില്ല, നമുക്കും അങ്ങനെ അങ്ങ് പോകാം. നിങ്ങൾക്കും പോകത്തില്ലേ? നിങ്ങൾക്കും പോകത്തില്ലേ? 2 ഐറ്റം പോരെ വീട്ടിൽ, ഒരു ചാറ് ഒരു തോരനും. ചുരുങ്ങു മക്കളെ, ദൈവം വലുതാകും. ദൈവം വലുതാകും നമ്മളിൽ. ദൈവരാജ്യം വലുതാകും നമ്മളിൽ. ദൈവാനുഭവം വലുതാകും നമ്മളിൽ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ഫ്രാൻസിസ് പാപ്പ അർജന്റീനയിൽ നിന്ന് ഇതാ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വരിക. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വരിക. ഇതാ മീറ്റിംഗ് ആരംഭിക്കാൻ പോവുക. വാതിലുകളൊക്കെ അടയുന്നു. പാവം വന്നിരിക്കുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗുമായിട്ടും, ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗ്, ഒരു ജോഡി ഉടുപ്പും കൂടെ കയ്യിലുണ്ട്. ഉള്ളത് അലക്കി, ഉള്ളത് ഉണക്കി, അങ്ങനെ ഇട്ട് ഇതാ പിതാവ് അകത്ത് കയറിയിരിക്കുക. ഒരു ദരിദ്രൻ, ഒരു ക്രിസ്തു കർദിനാളന്മാരുടെ ആ സമ്മേളനത്തിൽ കയറി. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വന്നിറങ്ങി കർദിനാളന്മാര് അവരുടെ ഇടയിലെ ക്രിസ്തുവിനെ പിടിച്ച് മാർപ്പാപ്പയാക്കി മാറ്റി കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. നന്നായിട്ട് കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. അതേ മക്കളെ, ക്രിസ്തു വെളിവാക്കപ്പെടൂ, ക്രിസ്തു തിരിച്ചറിയപ്പെടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളികളും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. അവസാന വാക്യത്തിലേക്ക് വരികയാ. ജെറൂസലേമിലും യൂദയ മുഴുവനിലും യോർദാന്റെ പരിസരങ്ങളിലും ഉണ്ടായിരുന്ന ജനം അവൻ്റെ അടുക്കലേക്ക് എത്തി. മക്കളെ, എല്ലാവരും വചനം കേട്ടേ പറ്റൂ. എല്ലാവരും മാനസാന്തരപ്പെട്ടേ പറ്റൂ. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. ദൈവമക്കളെ, ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മോശയുടെ നേതൃത്വത്തിൽ വീണ്ടും ജോർദാൻ നദി കടക്കുന്നു. ജോഷുവയുടെ നേതൃത്വത്തിൽ ഷെക്കമിൽ വെച്ചവർ തീരുമാനമെടുക്കുന്നു, ഇതാ ഞങ്ങൾ യഹോവയായ ദൈവത്തെ ആരാധിക്കും. തീരുമാനമെടുത്തു. അവർക്ക് മുമ്പിൽ തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ദേശം തുറന്നെന്ന് ഇരുകരങ്ങൾ സ്വർഗ്ഗത്തിലേക്കൊന്ന് നീട്ടിക്ക്. ദൈവത്തിന്റെ വലിയ കൃപ, വലിയ അഭിഷേകം, സ്വർഗ്ഗം തുറക്കപ്പെടുന്നു. നീ ദൈവ പൈതലായി മാറുന്നു. തേനും പാലും ഒഴുകുന്ന ദേശം നിനക്ക് വേണ്ടി നൽകപ്പെടുന്നു. യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ച്, കൈയടിച്ച്, നന്നായി കൈയടിച്ച്. ഒരു പുത്തൻ അഭിഷേകം.
ചേർന്ന് പാടാവോ? ആഗ്രഹത്തിനൊത്തപ്പോ ചേർന്ന് പാടിക്കേ. നിർവഹിച്ചു നിത്യഭാഗ്യവും സർവശക്തനായ ദൈവമേ, കരങ്ങൾ ഉയർത്തിക്കൊട്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായ അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ സായാഹ്നം മുതൽ ഈ സമയം വരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ മക്കളും ഇന്ന് പൊന്നു തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് പാതിരാവോളം വരാനിരിക്കുന്ന മക്കള് ഏകദേശം 2 ലക്ഷത്തോളം മക്കള് പൊന്നു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് ഒരുപാട് വേദനിക്കുന്നവര്, വിഷമിക്കുന്നവര്, ദുഃഖിക്കുന്നവര്, രോഗികളായിരിക്കുന്നവര്, ഈ സമൂഹത്തിൽ ഇപ്പോഴുള്ള രോഗപീഠകൾ അനുഭവിക്കുന്നവര്, വേദനിക്കുന്നവരായ മക്കള് ഒന്ന് തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച യേശുവേ, യേശുവേ, ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെ കഴിയുന്ന രോഗികള്, ഐസിയുലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്നവര്, മാരക രോഗങ്ങള്, മാഹാരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ട്യൂമർ രോഗങ്ങള്, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺസിലെ ഹൈപ്പറായിട്ട് കുഞ്ഞുമക്കള്, സ്ത്രീ സംബന്ധ രോഗങ്ങള്, പുരുഷ സംബന്ധ രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ഫിക്സ് രോഗങ്ങള്, ആന്തരികാവയവങ്ങളുടെ രോഗപീഠകള്, ഹൃദയ സംബന്ധ രോഗങ്ങള്, ശ്വാസകോശ സംബന്ധ രോഗങ്ങള്, ലിവറിന്റെ, കിഡ്നിയുടെ, പാൻക്രിയാസിന്റെ രോഗപീഠകള്, ആന്തരികാവയവങ്ങളുടെ രോഗപീഠകള്, അസ്ഥി രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, ഉദര സംബന്ധമായിട്ടുള്ള രോഗപീഠകള്, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, പരീക്ഷകൾ എഴുതുന്ന മക്കളെ ഒന്ന് സമർപ്പിച്ച് പരീക്ഷകളുടെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള്, വീട് വിട്ടുപോയവര്, ജയിലുകളിൽ കഴിയുന്നവര്, മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിപ്പെട്ട് കഴിയുന്നവര്, പലതരത്തിൽ ബന്ധനങ്ങളും തകർച്ചകളും വഹിക്കുന്നവര്, കടുത്ത നിരാശ, ദുഃഖം, കോപം, ഭയം, ആത്മഹത്യ പ്രവണതകൾക്ക് അടിപ്പെട്ട് കഴിയുന്നവര്, സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവര്, സൈക്യാട്രിക് മെഡിസിൻസ് എടുക്കുന്നവര്, വിശുദ്ധനായ തീക്ഷ്ണതയുള്ള ധാരാളം വൈദികരെ സന്യസ്തരെ തരണേ, വിശുദ്ധിയുള്ള ധാരാളം ദൈവബലികൾ തരണേ, തീക്ഷ്ണതയുള്ള ധാരാളം അൽമായ പ്രേക്ഷിതരെ തരണേ, നല്ല കാലാവസ്ഥ തരണമേ, സമൃദ്ധമായി വിളവ് തരണമേ, പകർച്ചവ്യാധികളെ, മഹാവ്യാധികളെ ദേശത്ത് നിന്ന് അകറ്റിക്കളയണമേ. കർത്താവിന്റെ ആൾത്താരിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങള്, ഇമെയിലൂടെ, വെബ്സൈറ്റിലൂടെ, ടെലിഫോണിലൂടെ ഒക്കെ വന്നിട്ടുള്ള നിയോഗങ്ങള്, ഈ സമയത്ത് നീറുന്ന മനസ്സോടെ ദൈവമക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങള്, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് കരുണയുടെ നാഥനെ ഒന്ന് വിളിച്ച് യേശുവേ, 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 യേശുവേ. പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങേഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ
പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയുടെ മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ. കരുണയുടെ നാഥന്റെ തിരുമുഖത്തേക്ക് മക്കളൊന്ന് നോക്കിക്കേ. ഇതാ നിനക്ക് വേണ്ടി അവൻ സ്വർഗം തുറക്കുക. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാ നിനക്ക് ദൈവത്തിന്റെ മനസ്സ് തരുന്നു, മാലാഖമാരുടെ മനസ്സ് തരുന്നു, മാനസാന്തര അഭിഷേകം തരുന്നു, ജീവിതബന്ധം കൊടുത്ത് നിയോഗങ്ങളൊന്ന് സമർപ്പിച്ച യേശുവേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ? ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയുടെ മുഖം കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, സഹോദര മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച് യേശുവേ, യേശുവേ, യേശുവേ. അടുത്തു നിൽക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു 10 പേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ഒരുപാട് വേദന, ഒരുപാട് ദുഃഖം, ഒരുപാട് തകർച്ചകളാ. യേശുവേ, യേശുവേ. ദേവാലയത്തിനകത്തും പുറത്തും ബസ് സ്റ്റാൻഡിലും വാഹനക്കുള്ളിലും കടകളുടെ മുമ്പിലും ഒക്കെ നിൽക്കുന്നവര്, വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ഇരുന്ന് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗക്കിടകളിലും ഒക്കെ ആയിരിക്കുന്നവര്, ഒരുപാട് വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര് ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ, യേശുവേ, യേശുവേ. ലഭിച്ചു തരണമേ എന്ന് സകലവര പ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉണ്ണീശോ ഇവിടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനസ്സരണത്തോടു കൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ ഭരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വചനങ്ങളിലും പ്രവർത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവ്വം ശ്രമിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ
ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസവും യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേ. അത്ഭുത പ്രവർത്തകനെന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വൈദികർ ഒന്ന് ചേർന്ന് ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ദൈവമേ, ക്ലേശിതരും രോഗാതുരരും ഈശോയേ, നിസ്സഹായരമായ അനേകർ ഈശോയേ, അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഈശോ, ഓടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. ഈശോയേ, അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഈശോയേ, ഹൃദയ സമാധാനവും ഈശോ, ആയുർ ആരോഗ്യവും ഈശോയേ, സ്വർഗീയ നന്മകളും പ്രാപിച്ച് ഈശോയേ, അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനിടയാക്കണമെന്ന് ഈശോ, നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 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 കർത്താവ് അനുഗ്രഹിക്കുന്നു മക്കളെ. തമ്പുരാൻ ഒരു കൃപ തരുന്നു, ഒരു അഭിഷേകം തരുന്നു. ഏതാനും മക്കൾ കർത്താവിനെ മഹത്വം കൊടുത്തുകൊണ്ട്. എൻ്റെ പേര് ഹർഷ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ BDS ആണ് പഠിച്ചത്. എനിക്ക് +2 കഴിഞ്ഞ് ഗവൺമെൻറ് അലോട്ട്മെൻറ്റിൽ BDS കിട്ടി. എനിക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഗവൺമെൻറ് സീറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ MBBSന് പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ റാങ്ക് അനുസരിച്ച് എനിക്ക് BDS കിട്ടുകയുള്ളായിരുന്നു. അപ്പോൾ അഡ്മിഷൻ കിട്ടിയപ്പോൾ അത് വേണ്ടെന്ന് വെക്കണ്ട എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സോടെയാണ് BDSന് ചേർന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആദ്യം തൊട്ട് തന്നെ എനിക്ക് എന്തോ പഠിക്കാൻ പാടാമെന്നോ ഭയങ്കര പേടിയുണ്ടായിരുന്നു. എന്നാലും പഠിക്കാനൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ BDSന് വർക്കുണ്ട്, എനിക്ക് ഹാൻഡ് സ്കില്ല് കുറച്ച് കുറവാണെന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് എനിക്ക് ആദ്യം തൊട്ടേ പേടിയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എല്ലാ വർഷവും ഞാൻ സ്റ്റഡി ലീവിന് ഇവിടെ വരും. അവധി കിട്ടുമ്പോഴെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവായിരുന്നു. അവധി കിട്ടുമ്പോ എല്ലാ അഡ്മിഷൻ. ആരൊക്കെ വന്നുകൊണ്ടിരുന്നേ? ഞാനും എന്റെ അമ്മയും കൂടി. അമ്മയും മോളും കൂടെ ഒന്നിച്ചു വരും. മമ്മി സ്ഥിരമായിട്ട് വരും. മമ്മി സ്ഥിരം വരുന്നതായിരുന്നു. ഞാൻ അവധിയുള്ളപ്പം മാത്രം. മമ്മി ഇങ്ങോട്ട് വാ. മമ്മി ഇവിടെ വന്നു. അങ്ങനെ എല്ലാ വർഷവും ഞാൻ ഇവിടെ വന്നാണ് എക്സാമിന് പെന്നും ഒക്കെ വെഞ്ചരിച്ച് പോയി എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് എല്ലാ ഇയറും തവണയും പരീക്ഷയ്ക്ക് മുമ്പ് വന്ന് പരീക്ഷ എഴുതാനുള്ള പേനയും എല്ലാം വരും. ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് മുമ്പോട്ട് ചുവട് വെക്കാൻ പറ്റും. നീ എന്ത് ചെയ്യാൻ പോകുന്നോ അതിനു മുമ്പ് ഒരു ആശീർവാദം വാങ്ങിച്ചിട്ട് നീ പോകാവുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറും, തേർഡ് ഇയറും, ഫോർത്ത് ഇയറും ഞാൻ റെഗുലറായിട്ട് തന്നെ പാസ്സായി. എല്ലാ വിഷയത്തിനും പാസ്സായി. എല്ലാം പാസ്സായി. ഒരു കുഴപ്പമില്ല. ഒന്നുമില്ല. ഫൈനൽ ഇയർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഫൈനൽ ഇയർ കോഴ്സ് 6 മാസമേ ഉള്ളൂ എക്സാമിന് മുമ്പായിട്ട്. അപ്പോൾ എനിക്കെന്തോ തീരുന്നത് കൊണ്ട് പതിവിലും ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. എനിക്കൊരു പനി വന്നു 1-1.5 ആഴ്ച. അങ്ങനെ ഞാൻ കോളേജിൽ പോയില്ല. 1.5 ആഴ്ച പനി പിടിച്ച കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോയി. പക്ഷെ കഷ്ടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പനി വന്നു. അങ്ങനെ 1 മാസത്തോളം ഞാൻ കോളേജിൽ പോയില്ല. അപ്പോൾ ഞങ്ങൾക്ക് 6 മാസമേ ആകെപ്പാടെ ഫൈനൽ ഇയറിൽ കോഴ്സ് ഉള്ളൂ. ഒരുപാട് വർക്ക് തീർക്കാനുണ്ട്, പഠിക്കാനുണ്ട്. ഞാൻ കോളേജിലോട്ട് പോകുന്ന പോലും ഇല്ല. ഇന്റേണൽ എക്സാം എഴുതിയില്ല. അങ്ങനെ എനിക്ക് തുടരാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയായി. എഴുതിയില്ല. ഇല്ല,
ഇൻറ്റേർണൽ എക്സാം എഴുതിയില്ല. എനിക്ക് തുടരാൻ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ എനിക്ക് ഡിപ്രഷൻ പോലെ വന്നു. എനിക്ക് രാത്രിയാണോ പകലാണോ ഒന്നും അറിയില്ല. എനിക്ക് കോളേജിലോട്ട് പോകാൻ പോലും പിന്നെ പേടിയായിപ്പോയി. കുഞ്ഞുമക്കളെ, സാധാരണ കുഞ്ഞുമക്കൾക്ക് പരീക്ഷ മെയിൻ എക്സാം വരുമ്പോൾ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? പരീക്ഷ നിങ്ങൾ എഴുതിയതാണോ? ദൈവമല്ലേ മക്കളെ പരീക്ഷ എഴുതിയത്? ദൈവമല്ലേ കൈപിടിച്ചെഴുതിയത്? ഈ 3 വർഷവും നിന്നെ തോപ്പിക്കാതെ കൊണ്ടുവന്ന ദൈവം 4-ാം വർഷം നിന്നെ തോപ്പിക്കണം. നീ ദൈവത്തിൽ ആശ്രയിക്കാം. എന്തിനാ സങ്കടപ്പെടുന്നത്? സങ്കടം തരുന്നത് ദൈവമല്ല, സങ്കടം തരുന്നത് പരിശുദ്ധാത്മാവല്ല, സങ്കടം തരുന്നത് പിശാച്. മക്കൾ ഓർത്തോണം, ഒരു നിരാശ മനസ്സിലേക്ക് വരുമ്പോൾ ഓർത്തണം, എങ്ങനെയോ പിശാചിൻ്റെ മനസ്സിൽ കയറിട്ടുണ്ടെന്ന് അപ്പം തന്നെ പിശാചിനെ തല തകർത്തേക്കണം. ഇല്ലെങ്കിൽ പിന്നെ മരുന്ന് വാങ്ങിക്കാൻ പോകണം, അത് വാങ്ങിക്കാൻ പോകണം. നീ ദൈവം ഹല്ലേലൂയ 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 പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് വിടുതലും പറഞ്ഞു മോനെ. അങ്ങനെ കോളേജിൽ പോകാൻ പറ്റാതായി ഞാൻ സ്ഥിരമായിട്ട് വീട്ടിലായി. എനിക്ക് എത്ര നാൾ മോളെ? അത് ഞാൻ ഇടയ്ക്ക് കോളേജിൽ പോകും, പക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് ഞാൻ വീട്ടിൽ വരും. അങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ എനിക്ക് ആകെ കൂടെ പേടിയായിപ്പോയി. എനിക്ക് സ്റ്റെയർ കേസിൻ്റെ എല്ലാം നടക്കുമ്പോൾ അവിടുന്ന് ചാടണമെന്ന് തോന്നും. അത് ജീവിക്കുന്നില്ല, അവരൊന്നും വിഷമിപ്പിക്കല്ലോ എന്ന് വിചാരിക്കും, അതും ചെയ്യാൻ തോന്നത്തില്ല. കുഞ്ഞുമക്കൾ, അനേകം മക്കൾക്ക് വേണ്ടിയിട്ട് ഇതിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനേകം മക്കൾ ഈ കുഞ്ഞിൻ്റെ ഒരു കഥയില്ല, പരിശുദ്ധാത്മാവ് കൊണ്ട് നീ കൊച്ചിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇപ്പം ഇതുപോലുള്ള പല കേസുകളും കൗൺസിലിങ്ങിന് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പൊന്നുമക്കളെ, നീ ദൈവത്തിൻ്റെ കൈ നോക്കുവാണ്, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ കൂടെ ഇരുന്നിട്ട് നോക്കുവാണ്, നമുക്ക് നോക്കാന്നേ. ദൈവം എൻ്റെ കൂടെ ഇരുന്ന് ഞാൻ അപമാനിക്കപ്പെടുന്നെങ്കിൽ ഞാൻ അപമാനിക്കപ്പെട്ടോളാം. Provided God is with me. ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി. എന്നിട്ട് അപ്പോൾ ഈ മമ്മിയോടൊക്കെ ഇതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ പോവാന്നൊക്കെ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അതാ അങ്ങനെയൊക്കെ പറയാനുള്ള ഇത് പുറമേ കാണുന്ന അസുഖമല്ലാത്ത കാരണം ആർക്കും മനസ്സിലാകത്തില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക്. പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഡിപ്രഷൻ്റെ ഇത് എന്താ, സിംറ്റംസ് എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് വന്നപ്പോൾ അത് ഇങ്ങനെ ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു. വീട്ടിലും വിളിച്ചാൽ എങ്ങനെയാണ്, എൻ്റെ പപ്പ നാട്ടിലില്ല, അമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ ഞാൻ കുറേ നോക്കി. പിന്നെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാമെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് പഠിക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫൈനൽ ഇയർ എത്തി. ആ ഒരു എക്സാം കൂടി എനിക്കുള്ളൂ പാസ്സാവാനായിട്ട്. അങ്ങനെ വന്നു. മമ്മി പ്രാർത്ഥിച്ചു, മമ്മി 10,000 മുന്നിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കൗൺസിലിങ്ങിന് പോകാനായിട്ട് അവസരം കിട്ടി. അങ്ങനെ ഞാൻ കുറേ തവണ കൗൺസിലിങ്ങിന് പോയി. എനിക്ക് നല്ല മാറ്റം വന്നു. ഞാൻ നോർമലായിട്ട് കോളേജിൽ പോകാൻ തുടങ്ങി, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. കൗൺസിലിങ് ചെയ്ത് അച്ഛൻ ഒത്തിരി കോൺഫിഡൻസ് തന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ പോലും പഠിത്തമെന്ന് ഞാൻ ചിന്തിക്കുന്നത് പോലും അതിന് ശേഷം. അപ്പോഴത്തേക്കിന് എക്സാം ആയി. പിന്നെ എക്സാം നടക്കാൻ പിന്നെ അധിക ദിവസങ്ങളൊന്നും ഇല്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരെല്ലാം അവരുടെ വർക്കും എല്ലാം തീർത്തു, എലിജിബിലിറ്റി ഒക്കെ വാങ്ങി സ്റ്റഡി ലീവിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ എക്സാം എഴുതാനുള്ള ഒരു എലിജിബിലിറ്റിക്ക് വേണ്ടി കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എനിക്ക് സ്റ്റഡി ലീവ് ഒന്നും കിട്ടിയില്ല. കഷ്ടിച്ച് 10 ദിവസം ഞാൻ വീട്ടിൽ വന്ന് നിന്ന് ലാസ്റ്റ് പഠിച്ചു. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് അതുവരെ ഇല്ലാത്ത ഒരു ധൈര്യം അതുവരെ ഇല്ലാത്തൊരു ധൈര്യം പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യം. അതേ മക്കളെ, അവൻ വിട്ടുകളി. ഈ കേൾക്കുന്ന മക്കളോട് പരിശുദ്ധാത്മാവ് നിനക്ക് തീയുടെ മുകളിൽ കൂടെ ആ ദൈവം നടത്തും. തന്നെ സമുദ്രത്തിൻ്റെ മുകളിലൂടെ നിന്നെ ദൈവം നടത്തും. ഏത് ദുരന്തത്തിന് മുകളിലൂടെ നിന്റെ ദൈവം നിന്നെ നടത്തും. ഒരു വലിയൊരു ധൈര്യമുള്ളിൽ തോന്നുക. അങ്ങനെ ഞാൻ 10 ദിവസം കഷ്ടിച്ച് കിട്ടിയുള്ളൂ. ഞാൻ 2ഉം കൽപ്പിച്ച് എക്സാം എഴുതാൻ പോയി. ഞാൻ ഒത്തിരി പഠിക്കാനുണ്ട്. എനിക്ക് ഉള്ളതിൻ്റെ 25% പോലും പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ 4 സബ്ജക്ട്സാണ് ഉള്ളത്. 4ഉം ഓരോ തവണ ഞാൻ എക്സാമിന് പോകുമ്പോഴേ ഞാൻ ശരിക്കും അത്ഭുതം എന്താണെന്ന് അറിഞ്ഞു. എനിക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അത്ഭുതം എന്താണെന്ന് ഞാൻ ശരിക്കും കണ്ടു. അത്ഭുതം എന്താണെന്ന് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അത്ഭുതം എന്താണെന്ന് ഞങ്ങൾ മക്കളെ പ്രാർത്ഥിക്കുക. അത്ഭുതം എന്താണെന്ന് എന്നെ ഒന്ന് കാണിച്ചതാ. ഞാൻ ഓരോ എക്സാമിന് കയറുമ്പോഴും ആദ്യത്തെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. സാധാരണ രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, പക്ഷേ അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എപ്പോൾ പഠിച്ചതാ, എങ്ങനെ പഠിച്ചതാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എപ്പം പഠിച്ചതാ എങ്ങനെയാണെന്ന് ചോദ്യം നോക്കുമ്പോൾ ഉത്തരം ഇങ്ങോട്ട് വരിക.
ടാപ്പ് തുറക്കുമ്പോ വെള്ളം വരുന്ന പോലെ ഉത്തരം ഇങ്ങനെ പേപ്പറിലേക്ക് ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുക. കൈ ഉയർത്തി കൈ അടിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് കർത്താവ് ഉന്നത വിജയത്തിന് അഭിഷേകം കൊടുക്കും. ഹല്ലേലൂയ. കുഞ്ഞു മക്കൾക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ. പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കട്ടെ. SSLC ഇനി എഴുതാനുള്ള 2 വിഷയങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ. പ്രയാസം എന്ന വിഷയങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ. അങ്ങനെയാണ് എക്സാം എല്ലാം എനിക്ക് എഴുതാനായിട്ട് സാധിച്ചു. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ചെയ്ത പോലെ തന്നെ ഒരു പേപ്പർ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് പരീക്ഷ എഴുതി അങ്ങനെ ഇരിക്കും. കൊച്ചു പരീക്ഷ എഴുതി അങ്ങനെയാണ് കൈയടിക്കും മക്കളെ. അങ്ങനെയുണ്ട് ദൈവം മക്കളെ. കർത്താവ് ചോദ്യം നീ പഠിക്കാൻ പനിയും പിടിച്ചു, അസുഖം പിടിച്ചു, ഡിപ്രഷനും വന്നു, സങ്കടവും വന്നു, കോളേജിലും പോയില്ല, വർക്കും ചെയ്തില്ല, പഠിക്കാനും ഒട്ടും സമയം കിട്ടി. 25% പഠിക്കാനും സമയം കിട്ടുള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം പേന വെച്ചു ആരോ എഴുതുന്ന പോലെ. രണ്ടാമത്തെ ചോദ്യം ഉത്തരം എഴുതി തുടങ്ങി. ദൈവം വലിയവനാ മക്കളെ. ദൈവമുണ്ട്. ഗോഡ് ഈസ് ദേർ. God with us. ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. 4 സബ്ജക്ട്സിൽ ഒരെണ്ണം ടഫായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു, പാടായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് ഇങ്ങനെ കിട്ടിയില്ലേ? ചോദ്യം പേപ്പർ മുമ്പിൽ കിട്ടിയില്ല അന്നും ഒരുവിധം പരിചയമുള്ള പോലെയൊക്കെ എങ്കിലും എനിക്ക് എഴുതാൻ എനിക്ക് ചോദ്യങ്ങൾ കാണുമ്പോൾ ഒരു അടുപ്പം തോന്നുക, ഫെമിലിയാരിറ്റി തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്റേണൽ എക്സാം എഴുതാത്തത് കൊണ്ട് എനിക്ക് കോളേജിൽ നിന്ന് ഇന്റേണൽ മാർക്ക് മിനിമം ഇട്ട് വെറും എലിജിബിലിറ്റിക്ക് വേണ്ടിയുള്ളത് ഇട്ട. അപ്പം യൂണിവേഴ്സിറ്റിക്ക് തിയറി പേപ്പറിന് 50 കിട്ടിയാൽ പാസ്സാവത്തില്ല, 54 വേണം. അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അത്ര നല്ലതായിട്ട് എഴുതാൻ പറ്റിയില്ല എന്നൊരു സങ്കടം ഉണ്ടായി. അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു. ഈ മാർച്ച് 15 എൻ്റെ റിസൾട്ട് വന്നത്. ഞാൻ എല്ലാത്തിനും പാസ്സായി. ആ പേപ്പറിന് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. ആ പ്രയാസമുള്ള പേപ്പറിന് ഏറ്റവും കൂടുതൽ മാർക്ക്. കൈ ഉയർത്തി കൈ അടിക്കാവോ? കൈ ഉയർത്തി കൈ അടിക്കാവോ? ഹല്ലേലൂയ. എൻ്റെ പേര് ഗീത. കൊല്ലം ജില്ലയിൽ കൊട്ടിയത്ത് നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാൻ വന്നതാണ്. എൻ്റെ മകന് ആണിത്. 2017 മോൻ്റെ പേര് ആനന്ദ്. 2017 ഫെബ്രുവരിയിൽ കരിക്കോട് വെച്ചൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായതാണ്. കരിക്കോട് ആക്സിഡൻറ്റിൽ തലച്ചോറിന് ക്ഷതം തട്ടി അനന്തപുരി ആശുപത്രിയിൽ 42 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. തിരുവനന്തപുരത്ത് അനന്തപുരി 42 ദിവസം വെന്റിലേറ്ററിൽ. ഞാൻ ജോലിയാണോ അതോ പഠിക്കുവാണോ? ഗൾഫിലായിരുന്നു. അവധിക്ക് വന്നതാ, വേറൊരു വിസയ്ക്ക് വേണ്ടി വന്നതാ. മോന് പോകാനൊന്നും സാധിച്ചില്ല. ആശുപത്രിയിൽ അന്തോനീസിൻ്റെ ഒരു പ്രാർത്ഥനാ പുസ്തകം എനിക്ക് കൊണ്ടു തന്നു ഒരാൾ. ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും എൻ്റെ മോനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നെ വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് തോന്നിച്ചു. അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നിങ്ങനെ കൊച്ചിങ്ങനെ സുഖപ്പെട്ട് വരുന്നതായിട്ട്. അപ്പോൾ ഈ പ്രാർത്ഥന പുസ്തകം ആരും കൊണ്ട് തന്നതാ? ഇവിടെ വരുന്ന ഒരു വിശ്വാസം. ഇവിടുത്തെ പ്രാർത്ഥന പുസ്തകമായിരുന്നു. എൻ്റെ പ്രാർത്ഥന പുസ്തകം എന്ന് പറയുന്ന നമ്മുടെ തീർത്ഥാടന ചെറിയ അമ്മയ്ക്ക് ആശുപത്രി ദൈവം കൊണ്ടുവന്ന് വെച്ചതാ മക്കളെ. മാലാക്ക് കൊണ്ടുവന്ന് വെച്ചതാ. മോൻ 42 ദിവസങ്ങൾ വെന്റിലേറ്ററില്ല. ചങ്കുപൊട്ട് അമ്മ ഇരിക്കുമ്പോഴാ ദൈവത്തിന് ഈ അമ്മയുടെ അടുത്ത് വരണ്ടേ, കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥന വിളിച്ചു. ഓരോ ദിവസം അമ്മയ്ക്ക് തോന്നുക കൊച്ചു സുഖപ്പെടുക, കൊച്ചു സുഖപ്പെടുക, കൊച്ചു സുഖപ്പെടുക. അമ്മ ചെന്ന് നോക്കുമ്പോൾ കൊച്ചു സുഖപ്പെടുന്നു. ഡോക്ടർമാർ പറഞ്ഞു നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒരു ദിവസം എന്നോട് വിളിച്ചു പറയുന്നു, നിന്റെ മകൻ കണ്ണു തുറക്കുന്നുണ്ടെന്ന്. ഒരു ഭാഗം ആര് ഡോക്ടർ ഒന്ന് വിളിച്ചു പറഞ്ഞോ? അല്ല, എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ആരോ പറഞ്ഞു നിന്റെ കുഞ്ഞിപ്പോൾ കണ്ണു തുറക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനോടും മകളോടും പറഞ്ഞു, എന്നോട് ആരോ പറയുന്നു നിന്റെ മകൻ കണ്ണു തുറക്കുമെന്ന്. ICUവിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് വെന്റിലേറ്ററിലാണ് മകന്. അപ്പം സിസ്റ്റർമാർ വന്ന് പറയുന്നു ആനന്ദിൻ്റെ കണ്ണു തുറന്നു എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിയുടെ സ്വത്തല്ല ദർശനം. ക്രിസ്ത്യാനിയുടെ സ്വത്തല്ല ദർശനം. അന്നാളുകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സകലരുടെ മേലും വർഷിക്കും.
ജാതിയും മതവും നോക്കാത്തൊരു ദൈവം, ഹല്ലേലൂയ. വേദനിക്കുന്നവരെ മുറിവ് ഉണക്കുന്ന ദൈവം, സങ്കടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ഒരു സൈഡ് കൊച്ചിന്റെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നു. അപ്പോഴൊന്നും അറിയുന്നില്ല മോൻ ഒരു സൈഡ് മൊത്തവും തളർന്നു പോയെന്ന്. യേശുവേ. അപ്പോൾ മോനെ വാർഡിലെ റൂമിലെടുത്തു. കോഴിയുടെ കഴുത്തൊടിഞ്ഞു കിടക്കുന്നത് പോലെ കിടക്കുവാണ്. യേശുവേ. അപ്പോൾ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു. എന്നോട് അരുളി പറയുന്നുണ്ട്, ഞാൻ സക്രാരയിലിരിക്കാൻ, സക്രാര എന്താണെന്ന് എനിക്ക് അറിയില്ല. യേശുവേ. എന്തും സക്കാരിയുടെ മുമ്പ് സക്കാരി നോക്കുന്ന എനിക്ക് തോന്നിയിട്ടില്ല. അത് ക്രിസ്തുവാണ്. സക്കാരിയുടെ അർത്ഥം നിനക്ക് അറിയാവോ? ദൈവമേ. സക്കാരിയിൽ ഇരിക്കുന്ന ദൈവമാണോ? എന്താ പറഞ്ഞേ? സക്രാരയിൽ കയറി ഇരിക്കുന്നെന്ന് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മകൻ്റെ കൈ ഒരു സൈഡ് കൈ തളർന്ന പോലെ ആയതാണ്. കൈ പൊങ്ങാനായി. പൊക്കിക്കമനെ കൈ പൊങ്ങി. കൈ ഉയർത്തി കൈയടിച്ച് എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി കൈയടിക്കാൻ പറ്റുന്നവര് എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി കൈയടിച്ച്, എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി കൈയടിച്ച്. ഇതാ ഒരു കൃപ നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു, ഒരഭിഷേകം നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു, ഒരനുഗ്രഹം നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. ദിവ്യ കാരുണ്യനാഥൻ ഇതാ എഴുന്നള്ളി വരുന്നു. യേശുവിൻ നാമം കൈകൾ കൊട്ടി. യേശുവിൻ നാമം കൈകൾ കൊട്ടി. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിലവിളിച്ച് ബാധിച്ച മകള് ഈശോയെ. ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കള് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വാൽവ് സംബന്ധമായ രോഗങ്ങള് 27 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, വലിവിന്റെ രോഗപീഠകള്, ഇൻഹൈലർ ഉപയോഗിക്കുന്ന അവസ്ഥകള്, കൊച്ചു കുഞ്ഞുങ്ങള്, ബ്രീത്തിങ് ട്രബിൾ ഉള്ള കുഞ്ഞുങ്ങള്, ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമായിരിക്കുന്ന മക്കള്, ഈശോ കർത്താവ് 30-ലധികം മക്കൾക്ക് സൗഖ്യം കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിന്റെ അസ്വസ്ഥതകള്, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങള്, ബ്രെയിൻ സർജറികൾ വേണ്ടവര്, ഹെമറേജസ് വന്നിട്ടുള്ള മക്കള്, സ്ട്രോക്കുകൾ വന്നിട്ടുള്ള മക്കള്, 40-ലധികം മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഷീല എന്ന പേരുള്ളൊരു മകളെ ഈശോ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തോമസ് എന്ന പേരുള്ളൊരു മകനെ ഈശോ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോയി എന്ന പേരുള്ളൊരു മകനെ ഈശോ ഈ സമയത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷൈനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മിനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സന്ദീപിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. രാജേഷിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കെവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷീബായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ടോണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എബിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അലീനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അജിത്തിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബിനോയിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തൈറോയ്ഡ് രോഗപീഠകള്, തൊണ്ടയിലെ മുഴയുള്ള മക്കള്, തൊണ്ട സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 14 പേർക്ക് സൗഖ്യം കിട്ടുന്നതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു.
കിഡ്നി സംബന്ധ രോഗങ്ങള്, യൂറിനറി സംബന്ധ രോഗങ്ങള്, യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന മക്കള്, കിഡ്നി സംബന്ധമായിട്ട് മാരക അവസ്ഥകളിലൊക്കെ ആയിരിക്കുന്ന മക്കള്, ഈശോ കർത്താവ് ഏതാനും പേരെ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 18ഓളം മക്കള് ഡയാലിസിസിന് വിധേയരാകുന്ന മക്കളുണ്ട്, ഡയാലിസിന് വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകളുള്ള മക്കളുണ്ട്, ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന മക്കളുണ്ട്. 18ഓളം പേര് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കള്, ബോൺ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗപീഠകള്, മുട്ടിന്റെ നട്ടെല്ലിന്റെ ഒക്കെ രോഗപീഠകള്, അസ്ഥി സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 28 മക്കളോളം സുഖപ്പെടുത്തുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ക്യാൻസർ രോഗപീഠ മൂലം ക്ലേശിക്കുന്ന 22ഓളം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കങ്ങള്, കടക്കണികള്, ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവര്, ബിസിനസ്സുകൾ പരാജയപ്പെട്ടു പോയ മക്കള്, 70ലധികം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരീക്ഷകൾ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന മക്കള്, പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള്, 2000-ലധികം മക്കൾക്ക് ഉന്നത വിജയത്തിന്റെ അഭിഷേകം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയിട്ടുള്ള മക്കള്, ഈ ദിവസങ്ങളിൽ സർജറികൾക്കൊക്കെ വിധേയരാകുന്ന മക്കള്, അല്പം സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളിൽ കഴിയുന്ന മക്കള്, ഈശോ കർത്താവ് 14ഓളം പേര് സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 27 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന പക്ഷത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ വലിയ വിശ്വാസത്തോടെ കരകളടിച്ച ദൈവത്തെ വാഴ്ത്തി പാടാം. വിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, വിശിഹാനൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ, പീഠത്തിൽ വാണരുളും വിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാ വിശിഹാദം ദിവ്യനിണം വാഴ്ത്തിടുവിൻ, പരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ, മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ, നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. സാഷ്ടാംഗം വീണുന ഏറ്റവും മഹത്താമി കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ, ഇന്ദ്രിയങ്ങൾ
ശക്തിയുമാകുന്നു വാഴുക ത്രിത്വൈക ദൈവമാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാപകമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിന്റെ രക്തത്തിന്റെ ദിവരഹസ്യങ്ങൾ ഇന്ന് വണങ്ങുവാൻ അനുഗ്രഹമരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ പക്കലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എല്ലാ ഭക്ത മക്കളൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയേ 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 ഈശോയേ. കണ്ണീരോടെ മക്കള് പ്രാർത്ഥിക്കുക, ഹൃദയം തുറക്കി പ്രാർത്ഥിക്കുക, ശംഖുപട്ടി പ്രാർത്ഥിക്കുക. ഈശോ, നിന്റെ പുരോഗതിന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടിയാ. ഇവരെ നീ അനുഗ്രഹിക്കണേ കർത്താവ്, ഇവരെ നീ സുഖപ്പെടുത്തണേ കർത്താവ്, ഇവർക്ക് നീ വിടുതൽ കൊടുക്കണേ കർത്താവ്, ഇവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, ഇവിടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ. ഈശോയേ ഈശോയേ ഈശോയെ ഈശോയെ ഈശോയെ. ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാതെ ഇവിടുന്ന് മടങ്ങിപ്പോവല്ലേ ഈശോയെ. വെറുകയ്യാട്ട് ആരെ പറഞ്ഞു വിടല്ലേ ഈശോ. ഒരു കൊച്ചു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെടാതെ പോവല്ലേ ഈശോയെ 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 ഈശോയെ. എന്റെ ഈശോയെ ഈശോയെ ഈശോയെ.